എല്ലാവർക്കും മണിയമ്മയുടെ പാചകപ്പുരയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ശകലം പനീർ ചില്ലി ഉണ്ടാക്കാം. അതിന് പനീർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്താൽ മതി. പനീർ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് വരട്ടെ. മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി കാണാം നമുക്ക്. പനീർ ഞാൻ ഇതേണ്ട ചെറുതായിട്ട് സ്ക്വയറായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് വറുത്തിട്ടുണ്ടാക്കാനാണേ. ഒന്ന് ഇളക്കി വെക്കുക. ഒരു ശകലം കോൺഫ്ലവറും, അളവില്ല, അതിനാവശ്യമുള്ള ഒരു ശകലം ഇട്ട് ഞാനൊന്ന് ഇളക്കി വയ്ക്കട്ടെ. പനീർ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അരപ്പില്ല, കോൺഫ്ലവറും ഒരു ശകലം കുരുമുളകും നുള്ളു മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊന്ന് പിടിച്ച് വെക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാൻ 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്ത് ഇന്ന സാധനം ഇത്രയുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്കിനി തീ കത്തിച്ച് പാത്രം വയ്ക്കാം. അത് വെള്ളം തോർത്തിക്കളയാം. നമുക്ക് പാത്രം വെച്ചതിനകത്തൊക്കെ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഞാനൊരു സവാളയും ഒരു 2 പച്ചമുളകും വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് പച്ചക്കറി ഇടും. അതൊന്നും വരും. അതൊന്ന് വഴന്ന് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇട്ടത് കൊണ്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് ഞാനൊരു 2 പിടി ബീൻസും ഒരു 3 ചെറിയ ക്യാരറ്റും എടുത്ത് അരിഞ്ഞ് വെച്ചാണത്. ബീൻസ് എപ്പോഴും ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ അരിയും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് 3 ക്യാരറ്റും ഒരു 2 പിടി ബീൻസും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം ഇട്ട് കൊടുത്താലേക്ക് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം. ഇതൊന്നും നമുക്കത് അടച്ച് വയ്ക്കാമെന്ന് വെന്ത് ഇതായിട്ട് വരട്ടെ, വഴന്ന് വരട്ടെ. പച്ചക്കറി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാനൊരു 4-5 പീസ് ചെറിയ കറുവാപ്പട്ടയും ഒരു 6 പീസ് ഗ്രാമ്പൂവും ഒരു 5 ചെറിയ ഏലക്കായ ഉണ്ട്. ചെറിയ ഏലക്കായ ഉണ്ട്. അത് വെച്ചാൽ 2-3 ക്വാളിറ്റി ഉണ്ടല്ലോ. ക്വാളിറ്റി അതിൽ ചെക്കൻ ക്വാളിറ്റിയോ പച്ച ക്വാളിറ്റിയോ എന്നൊക്കെ പറയും. പിന്നെ അരി കഴിക്കുന്നില്ല. കഴുകി 2 മണിക്കൂർ കുതിർത്ത് വെള്ളം വെച്ചറിയാണ് അരി ഇതിനകത്തേക്കിടാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പകുതി ചെറുനാരങ്ങയുടെ കുരു കളഞ്ഞ് വെച്ചാണ്. ആ ചെറുനാരങ്ങയുടെ നീരായിട്ട് വെച്ചത്. അപ്പോൾ ഇനി ബാക്കി പച്ചക്കറി വഴകാനുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നോക്കണം. പകരം ഒരു അരി ഒന്ന് വറക്കണം. എന്നിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും. അരി ഒന്ന് കുറച്ചൊന്ന് വറന്ന് വരട്ടെ. അരി വേണ്ട ആവശ്യത്തിനുള്ള വറവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. തൽക്കാലം മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നല്ലോ. 1 ടീസ്പൂണ് ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗട്ടിനകത്ത് ഞാൻ അളന്നല്ല ഒഴിക്കുന്നത്. എനിക്കൊരു മനക്കണക്കുണ്ട്. ആ കണക്കിന് ഞാൻ ഒഴിക്കുക. ഇത് ജീരകശാല അരിയാണ്. അതുകൊണ്ട് ശകലം വേവ് കൂടുതൽ. എന്നാൽ 2 ഗ്ലാസ് അരിക്കൊരു 6 ഗ്ലാസ് വെള്ളം ഉണ്ടാവും.
അങ്ങനെ ഇതെല്ലാം കൂടെ ഇവിടുന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഒന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിലേക്ക് ആക്കി വെക്കണം. നല്ലോണം ഇതാ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെന്ത് വന്നിട്ട് കാണാം. നമ്മുടെ ചോറ് വെച്ചത് എന്തായാലും നോക്കാം. അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇച്ചിരി മല്ലിയിലായിരുന്നു അതിൻ്റെ മുണ്ടക്കോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫോൺ സ്റ്റാൻഡ് എണ്ണം വാങ്ങിച്ചായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് എല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ അതിൽ ഫോൺ ഇരിക്കുന്നില്ല. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറെ വാങ്ങിക്കണം. ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ചോറ് എപ്പോഴും ഇട്ട് ഇളക്കരുത്. ഇളക്കിയാൽ ഇതായിപ്പോൾ ഉപ്പും എല്ലാം ഉണ്ട്. എന്നാലും നോക്കിയേക്കാം അതിന് വേണ്ടി. ചൂടാ മാഡത്തിന് നോയമ്പ് 15 ദിവസം. അപ്പം നോയമ്പ് കഴിഞ്ഞിട്ട് വേണം നോണൊക്കെ ഉണ്ടാക്കാൻ. അടിപൊളി എല്ലാം ഉണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ. അപ്പോൾ ശരി. കുരുമുളക്, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര സാധനം ഇട്ട് പുരട്ടി വെച്ചായിരുന്നു. അത് വറക്കാൻ നമുക്ക് ശകല എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്ര എണ്ണ മതി. വരട്ടായിട്ടിലേക്ക് നമുക്ക് ഇതേലെ ചാടിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വറുത്ത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റായി പനീർ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലൊക്കെ മഴയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. കാറ്റുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തണുപ്പും ഭയങ്കര. അതുകൊണ്ട് തണുപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നത്. നടുവിനും കൈക്കുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ പനീർ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം ടൈപ്പ് സവാള, ഒരു ചെറിയ സവാള, 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ പനീർ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. കോൺഫ്ലവർ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെ തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല മൂത്ത് കഴിയുമ്പോൾ അത് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ കുറേ നേരം ഫോൺ ഇതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. അപ്പോൾ പൊട്ടിത്തെറിച്ച് ഫോണിലാകും തന്നെ. അല്ലെങ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവിവെള്ളം തട്ടിയിട്ട് വീണ്ടും ആയിട്ട് അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതെല്ലാം ഒന്ന് മൂത്തെടുക്കട്ടെ. നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി സ്ക്വയറായിട്ട് അരിയണം. പിന്നെ ഈ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് വരാം. ഇത് നമ്മുടെ പനീർ മൂത്തിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ ഞാനങ്ങ് എടുക്കുക. എടുത്തിട്ടത് ഇതിന് വിടർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് നമുക്ക് എണ്ണ കുറച്ച് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി 2 പച്ചമുളക് അമ്മ എല്ലാം കൂടെ നാട്ടിൽ നിന്ന് ഭയങ്കര ചുടിയിൽ കണ്ട്. ഞാനും ചെന്നിട്ട് വേണം ഈ കുറച്ച് സാധനങ്ങളൊക്കെ ചൂടാനും പൊതിഞ്ഞ് കെട്ടാനും ഒക്കെ ഉണ്ട്. ഒക്കെ നോക്കണം. നമുക്ക് ഈ ഉള്ളിക്കകത്ത് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഉള്ളി ഉപ്പ്. ഇനി ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഉള്ളി വഴന്ന് നോക്കാം. ആയില്ല, ശകലം കൂടെ ആവാനുണ്ട്. ഉപ്പിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഉള്ളി ഒത്തിരി അങ്ങ് അളിഞ്ഞു പോകരുത്. ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ മതി. ആ ഉള്ളി ഉള്ളിയിലൂടെ വഴന്നൊരു മണം വരുമല്ലോ, അത്രയും വഴന്നാൽ മതി. അത് ഒരു ശകലം കൂടെ ആവാനുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കട്ടെ, വെന്തോ നോക്കട്ടെ. അത് മതി. അല്ലെങ്കിൽ നമുക്കൊരു
ശകലം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂണേ കാണത്തുള്ളൂ. അങ്ങനെ ഒഴിക്കുന്നത് നോക്കണ്ട, കൂടുതലൊന്നും ആവത്തില്ല. ഗ്രീൻ ചില്ലി സോസ് മസാല ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോയുടെ സ്പൈസി സോസ് മസാല ഒഴിച്ച് കൊടുക്കാം. കെച്ചപ്പ് തീർന്നു. അതിച്ചിരി ശകലം കൂടി ഒഴിക്കുക. അത്ര മതി. അതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത്രയൊന്ന് ഇളക്കിയെടുത്ത് ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടതായതുകൊണ്ട് ഇതിനകത്ത് ഇനി കുരുമുളക് പൊടിയൊന്നും ഇടണ്ട. വേണ്ട. നമ്മുടെ പനീർ ഞാനിങ്ങനെ ഇച്ചിരി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് വേണമായിരുന്നു, അത് ഒക്കെ തീർന്നു. ഇതിലേക്ക് നമുക്കൊരു ശകലം മല്ലിയില അരിഞ്ഞിടാം. ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചെറുതായിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. ചാനലൊക്കെ എല്ലാവരും കാണണം. കുറേ ചാനലുണ്ട്, 10-27 ചാനലുകളും ആയിട്ട് ഇതായാലും വീഡിയോ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതൊന്ന് ശകലം നേരം ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് തീ നിർത്താം. ഒന്ന് അടച്ച് വയ്ക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ഞാനൊന്ന് അടച്ച് വെച്ചായിരുന്നു 1 മിനിറ്റ്. അപ്പോൾ അതിൽ ശരിക്കും അത് പിടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തുക. എന്താ ചോറ് നോട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചേലം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടായി. അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക അങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ.